വിസ്പറിംഗ് വുഡ്സ് എന്ന വനത്തിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ബിൽബ്രൂക്ക് എന്ന ഗ്രാമത്തിൽ നോവ എന്നു പേരുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. തിളങ്ങുന്ന കണ്ണുകളും ജിജ്ഞാസ നിറഞ്ഞ ഹൃദയവുമുള്ള നോവയ്ക്ക് മറ്റു കൂട്ടുകാരെ പോലെ വീട്ടിലിരുന്ന് കളിക്കാൻ ഇഷ്ടമായിരുന്നില്ല. വീടിന് പുറമെയുള്ള ലോകത്തിലെ സാഹസികതകളിൽ ആയിരുന്നു അവൾക്ക് കൂടുതൽ താല്പര്യം. എല്ലാ ദിവസവും അവൾ പുതിയ കണ്ടെത്തലുകൾ തേടി തന്റെ ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും സഞ്ചരിക്കുമായിരുന്നു. എന്നാൽ ഗ്രാമത്തിലെ കുഞ്ഞു രഹസ്യങ്ങളെക്കാൾ അവളെ മോഹിപ്പിച്ചത് വിസ്പറിംഗ് വുഡ്സ് വനമായിരുന്നു. തന്റെ വീടിനോട് ചേർന്നുള്ള ആ വനത്തിലെ പുരാതന ഓക്ക് മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ കണ്ടെത്താൻ അവൾക്ക് അതിയായ ആഗ്രഹമായിരുന്നു. വിസ്പറിംഗ് വുഡ്സ് ആവട്ടെ ഒരു സാധാരണ വനം പോലെയേ ആയിരുന്നില്ല. സൂര്യപ്രകാശം അവിടെ മരങ്ങളുടെ ഇലകളിലൂടെ അരിച്ചിറങ്ങി നിലത്ത് മഴവില്ലുകൾ വരച്ചിരുന്നു. എങ്ങും പൂക്കൾ നിറഞ്ഞിരുന്നു. ഭംഗിയുള്ള അണ്ണാറക്കണ്ണന്മാർ തിളങ്ങുന്ന പഴങ്ങൾ അവരുടെ രഹസ്യ മാളങ്ങളിൽ ഒളിപ്പിച്ച് കളിച്ചിരുന്നു. നിറമുള്ള ഗ്ലാസ് ചിറകുകളുള്ള പൂമ്പാറ്റകൾ അവിടെയെല്ലാം പറന്നു നടന്നിരുന്നു. ആ വനത്തിൽ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ക്രൂരരായ മൃഗങ്ങൾ ഒന്നും തന്നെയില്ലായിരുന്നു. അവിടുത്തെ ഏറ്റവും കൗതുകകരമായ കാര്യം വിസ്പറിംഗ് നദിയായിരുന്നു. അത് അതിൻ്റെ പാതയിൽ രഹസ്യങ്ങൾ മൊഴിഞ്ഞുകൊണ്ട് മറഞ്ഞിരിക്കുന്ന പുൽമേടുകളിലൂടെയും രഹസ്യ വെള്ളച്ചാട്ടങ്ങളിലൂടെയും ശാന്തമായി ഒഴുകിയിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ നോവ ആ വനത്തെയും അതിലുള്ള രഹസ്യങ്ങളെയും കണ്ടെത്താൻ തീരുമാനിച്ചു. എന്ത് ചെയ്യണമെന്നോ എവിടെ തുടങ്ങണമെന്നോ അവൾക്ക് അറിയില്ലായിരുന്നു. വിശന്നാൽ കഴിക്കാൻ കുറച്ച് പഴങ്ങളും കൈകളിലെടുത്ത് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി. വഴിയിൽ കണ്ട നല്ല മനോഹരമായ ചിറകുകളുള്ള ഒരു പൂമ്പാറ്റക്കൂട്ടത്തെ പിന്തുടർന്ന് അവൾ കാട്ടിനുള്ളിലേക്ക് കടന്നു ചെന്നു. മനോഹരമായ പൂക്കൾ വിരിച്ച വഴികളിലൂടെ മുന്നോട്ട് നടക്കവേ നോവ വഴക്കു മൂടിക്കൊണ്ടിരിക്കുന്ന 3 അണ്ണാറക്കണ്ണന്മാരെ കണ്ടുമുട്ടി. അവളെ കണ്ടപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ വഴക്ക് നിർത്തി അവളെ തന്നെ നോക്കി നിന്നു. അപരിചിതയായ ഒരാളെ കണ്ട അവരുടെ മുഖത്ത് ഭയം തെളിഞ്ഞു വന്നു. നോവ അവരോട് ചോദിച്ചു, കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ആകെ 2 ആപ്പിളേ ഉള്ളൂ. അത് പങ്കുവെക്കാൻ ശ്രമിച്ചിട്ട് ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം. എൻ്റെ കയ്യിലുള്ള ഒരാപ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ആപ്പിൾ വീതം കിട്ടുമല്ലോ. പകരം നിങ്ങൾ എന്നെ സഹായിക്കുമോ? ഈ വനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവയിലേക്ക് പോകാനുള്ള വഴി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ? അവർ പറഞ്ഞു, തീർച്ചയായും പറഞ്ഞു തരാം. അവൾ ആപ്പിൾ അവർക്ക് കൊടുത്തു. അവർ പറഞ്ഞു, മുന്നോട്ടു പോയി പല നിറത്തിലുള്ള ഭംഗിയുള്ള കൂണുകളും പൂക്കളും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു നദി നീ കാണും. ആ നദിയുടെ അടുത്തേക്ക് പോവുക. ബാക്കിയെല്ലാം നിനക്കവിടെ എത്തുമ്പോൾ മനസ്സിലാകും. അങ്ങനെ നോവ അവരോട് യാത്ര പറഞ്ഞ് മുൻപോട്ട് പോയി. മനോഹരമായി പൂക്കൾ വിരിച്ച വഴികളിലൂടെ അവൾ കടന്നുപോയി. പല നിറത്തിലുള്ള പൂമ്പാറ്റകൾ അവളുടെ മുകളിലൂടെ വട്ടമിട്ട് പറന്നിരുന്നു. വീഞ്ഞുകുട്ടിരുന്ന മാനുകളും മുയലുകളും തലയുയർത്തി ആ പുതിയ അതിഥിയെ കൗതുകത്തോടെ നോക്കി നിന്നു. അങ്ങനെ അണ്ണാറക്കണ്ണന്മാർ പറഞ്ഞ ഊണുകളും കടന്ന് ആകാംക്ഷ കൊണ്ട് തുടിക്കുന്ന ഹൃദയവുമായി നോവ മുന്നോട്ട് നടന്നു. മനോഹരമായ ഒരു നദിയുടെ തീരത്ത് അവൾ എത്തിച്ചേർന്നു. അത് വിസ്പറിംഗ് നദിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ നദിയെപ്പറ്റി അവൾ ഗ്രാമത്തിൽ നിന്നും കേട്ടിരുന്നു. ആ നദിയുടെ ഭംഗി ആസ്വദിച്ച് കുറച്ചു നേരം അവൾ അവിടെ നിന്നു. നല്ല തെളിഞ്ഞ വെള്ളം. നോവ കുറച്ച് വെള്ളമെടുത്ത് മുഖം കഴുകി. കുറച്ച് വെള്ളവും കുടിച്ചു. പെട്ടെന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അവൾ കണ്ടു. നദിയിൽ ഒരു സ്ഥലത്ത് അസാധാരണമായ ഒരു സ്വർണ്ണത്തിളക്കം. നദിയേക്കാൾ തിളക്കമുള്ള നോവയുടെ കണ്ണുകളിൽ ജിജ്ഞാസ ഉണർന്നു. എന്താണ് സംഭവിക്കുന്നത് നദി? അവൾ ചോദിച്ചു. പെട്ടെന്ന് ഒരു ചുഴി അവളുടെ മുന്നിൽ കാണപ്പെട്ടു. അതാ ആ ചുഴിയിൽ നിന്നും തിളങ്ങുന്ന ഒരു സ്വർണ്ണ താക്കോൽ ഉയർന്നു വന്നു. താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോവയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. അവൾ അത് പെട്ടെന്ന് തന്നെ കയ്യിലെടുത്തു. ഇതൊരു സാധാരണ താക്കോലായിരുന്നില്ല. പ്രത്യേകമായ എന്തോ ഒന്ന് തുറക്കാനുള്ളതാണ്. താക്കോൽ മുറുകെ പിടിച്ച് അവൾ നദിയുടെ സ്വർണ്ണപ്രകാശത്തെ പിന്തുടർന്നു. ആ വഴി അവളെ കാടുകളിലേക്ക് ആനയിച്ചു. ചിരിച്ച പൂക്കളും കടന്ന് ആകാശത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഓക്കുമരത്തിന്റെ ചുവട്ടിലേക്ക് അവൾ എത്തിച്ചേർന്നു. അവൾ ആ ഓക്കുമരം പരിശോധിച്ചു. ഓക്കിന്റെ പുറന്തലയിൽ മറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ താക്കോൽ ദ്വാരം അവൾ കണ്ടെത്തി. താക്കോലിട്ടപ്പോൾ അത് കൃത്യമായും അതുമായി യോജിക്കുകയും ചെയ്തു.
ആകാംക്ഷയോടെ അവൾ താക്കോൽ തിരിച്ചു. ഒരു ഞരക്കത്തോടെയും ശക്തിയോടെയും മരത്തിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടു. അതാ മുകളിലേക്ക് ഒരു രഹസ്യ ഗോവണി കാണപ്പെടുന്നു. ആവേശം കൊണ്ട് തുടിക്കുന്ന ഹൃദയവുമായി നോവ പടികൾ ഓരോന്നായി കയറി. ഓക്കിന്റെ ഉയർന്നു നിൽക്കുന്ന കൊമ്പുകളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ട്രീ ഹൗസിലേക്കാണ് ആ പടികൾ അവളെ നയിച്ചത്. പുറമേ നിന്നും ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു രഹസ്യം തന്നെ തേടി വന്ന ആ കൊച്ചു സാഹസികയ്ക്ക് മുന്നിൽ വിസ്പറിംഗ് വുഡ്സ് തുറന്നുകൊടുത്തു. അവിടെ നിന്നാൽ കാടിന്റെ എല്ലായിടവും കാണാൻ പറ്റുന്ന തരത്തിൽ നിറയെ ജനാലകളും അതിലുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നോവയെ ആകർഷിച്ചത് ട്രീ ഹൗസിൽ നിന്നുള്ള കാഴ്ചകളായിരുന്നു. അവൾ ആ കാടിന്റെ മുഴുവൻ ഭംഗിയും അവിടെ നിന്ന് ഒപ്പിയെടുത്തു. അപ്പോഴാണ് നോവയുടെ കണ്ണിൽ താഴെ മറഞ്ഞിരിക്കുന്ന ഒരു പുൽമേട് ശ്രദ്ധയിൽപ്പെട്ടത്. സ്വർണ്ണ സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു മനോഹരമായ താഴ്വാരം അവൾ കണ്ടു. അവിടെ ഒരുപാട് തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും. നോവയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾ വേഗത്തിൽ അങ്ങോട്ട് കടന്നു ചെന്നു. പുൽമേടുകളിൽ കാഴ്ചകൾ കണ്ട് അവൾ നടന്നു. വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത കാണാനും തടാകങ്ങളിൽ നീന്തിക്കളിക്കാനും അവൾ ദിവസം മുഴുവൻ ചെലവഴിച്ചു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായെന്ന് നോവ അറിഞ്ഞു. പക്ഷേ ഇത്രത്തോളം തന്നെ സഹായിച്ച ഈ അത്ഭുത വനത്തിൽ താൻ രാത്രി തങ്ങിയാലും സുരക്ഷിതയായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കൂടാതെ വിസ്പറിംഗ് വുഡ്സിൽ വേറെ എന്തെല്ലാം രഹസ്യങ്ങളുണ്ടെന്ന് കണ്ടെത്തണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. താൻ കണ്ടെത്തിയ ആ ട്രീ ഹൗസിൽ അന്ന് രാത്രി താമസിക്കാൻ അവൾ തീരുമാനിച്ചു. വിസ്പറിംഗ് വുഡ്സിന്റെ മാന്ത്രികതയാൽ അവളുടെ ഹൃദയം നിറഞ്ഞു. കിടക്കയിൽ കിടന്നപ്പോൾ അന്ന് താൻ കണ്ടെത്തിയ രഹസ്യങ്ങളെ ഓർത്ത് അവൾ അഭിമാനിച്ചു. വിസ്പറിംഗ് വുഡ്സിൽ എണ്ണമറ്റ സാഹസികതകൾ അവളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. മറ്റൊരു രഹസ്യത്തിലേക്ക് ഉണരുവാനായി അവൾ കണ്ണടച്ചു ഉറക്കത്തിലേക്ക് കടന്നു.